പ്രസവത്തെക്കുറിച്ചും സിസേറിയനെക്കുറിച്ചുമൊക്കെ നമ്മുടെ അഖിൽ മാരാരുടെ അഭിപ്രായമൊക്കെ പലരും കേട്ട് കാണും. ആൾ പറയുന്നത് വളരെ നിസ്സാരമായിട്ടൊരു പൂവ് വീഴുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ളതിൽ ഇത്രയും സ്ത്രീകൾ ഇത്രയും 9 മാസം വരെയൊക്കെ ഇത്രയ്ക്ക് ഷോയുടെയൊക്കെ ഒരു ആവശ്യമുണ്ടോ, അവരുടെ പെർഫോമൻസൊക്കെ എന്ന നിലയിലാണ് ആളുടെ കാഴ്ചപ്പാട് കേട്ടോ. നമ്മൾ ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഭിനയിക്കുകയാണെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അത്രയാണ് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ 9 മാസത്തെ ഈ ഒരു ഇത്രയൊക്കെ ഉള്ള കാട്ടിക്കൂട്ടലുകൾ വേണോ, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. ആൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് പണ്ടത്തെ അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. പണ്ടത്തെ അമ്മമാർ എന്താണ് പ്രസവിച്ച് ഇപ്പുറത്തെ മുറിയിൽ പ്രസവിച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയിട്ട് നെല്ല് കുത്തും. ഇതാണ് അയാളുടെ മനസ്സിൽ അതങ്ങനെ നിഴലിച്ച് പോയിട്ടുള്ളൊരു പച്ചയായ സത്യം, നഗ്ന സത്യമാണത്. ഇപ്പുറത്ത് വന്ന് പ്രസവിക്കും, അപ്പുറത്ത് പോയി നെല്ല് കുത്തും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, അതിങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു സിസേറിയൻ കഴിഞ്ഞ ആളെന്ന നിലയിൽ എനിക്കും പറയാനുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഇയാളോട് പറയാനുള്ളത്, വിവരദോഷം പറയാതെ വായടച്ചിരിക്കുക, ഏറ്റവും നല്ലത്. പണ്ടത്തെ അമ്മമാർ വീട്ടിൽ പ്രസവിച്ച കഥയും കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അന്നത്തെ കാലമാണോ ഇന്ന്? ഒരുപാട് മാറി, പ്രകൃതി മാറി, ആളുകൾ മാറി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ മാറി. അപ്പോഴും പണ്ടത്തെ വീട്ടിൽ പ്രസവിച്ച കഥയും കൊണ്ടിരിക്കുകയാണ് അയാൾ മറ്റുള്ള സ്ത്രീകളെ കളിയാക്കാൻ. അത് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു പുരുഷന് സത്യം പറഞ്ഞാൽ അങ്ങനെ കളിയാക്കാൻ, നിങ്ങൾ നല്ലത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ബാഡായിട്ട് ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിൽ പറയാനുള്ള അർഹതയില്ല. കാരണം ഒരു സ്ത്രീ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന, അതിൻ്റെ തീവ്രത അതെത്രയാണെന്ന് അവൾക്ക് മാത്രമാണതറിയുന്നത്. മറ്റുള്ളവർ കാഴ്ചക്കാർ മാത്രമാണ്. നല്ലത് പറഞ്ഞില്ലെങ്കിലും പുച്ഛിക്കാതിരിക്കുക. വെറും അഭിനയമായി നീ തള്ളുമ്പോൾ എത്ര കടിച്ചമർത്തുന്ന, ചിലർക്ക് ഒരു ദിവസവും നിൽക്കും, ഒരു ദിവസം മുഴുവൻ വേദന നിന്നിട്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ചിലർക്ക് നോർമൽ പ്രസവം നടക്കുമെന്ന് വിചാരിച്ച് അത്രയും മണിക്കൂർ വേദന തിന്നു കഴിയുമ്പോഴായിരിക്കും അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഹെഡ് ഡൗൺ കറക്റ്റ് പൊസിഷനിൽ വരാതെയും ചെയ്യുകയും പിന്നെ സിസേറിയൻ ചെയ്യേണ്ടിയും വരുന്നത്. എനിക്ക് സിസേറിയൻ ആയിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പെയിൻ വന്നു കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഹോസ്പിറ്റലിൽ ചെന്നതൊക്കെ പെയിനായിട്ട് തന്നെയാണ്. ഡെലിവറി പെയിൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പെട്ടെന്ന് 4 വശത്തും കൂടി ഇഞ്ചക്ഷൻ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇഞ്ചക്ഷൻ, എവിടെ കുട്ടിയൊക്കെയാണ് ഇഞ്ചക്ഷൻ തരുന്നതെന്നറിയില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗർഭപാത്രത്തിൽ ക്യാമറ ടച്ച് ചെയ്യിപ്പിച്ച് അതിൻ്റെ ആ പൊസിഷൻ കറക്റ്റായിട്ട് അറിയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും. നീ വിചാരിക്കുന്ന പോലെ എന്താടാ അത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്? അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കണ്ട കേട്ടോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഞാൻ പറയാമല്ലോ. നീ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കണ്ട കേട്ടോ. നീ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, വായൊന്ന് തുറക്കാതിരുന്നാൽ മാത്രം മതി. അതും കഴിഞ്ഞ് ഇത്രയും 4 വശത്തോട് കുത്തും കിട്ടി, അനസ്തേഷ്യയുടെ കുത്ത് അത് വേറെ, അതും കിട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് സിസേറിയനും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു കാലെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കസേര പിടിച്ച് നീക്കിയിട്ടാണ് ഒരു കാലെടുത്ത് വെച്ചത്. എന്നാൽ ആ കാലെടുത്ത് വെക്കാതിരിക്കാനും പറ്റത്തില്ല, നമ്മൾ നടന്നേ പറ്റുള്ളൂ. അവർ നമ്മളെ നടത്തും. ആ കീറിയ വേദനയായിട്ട് നമ്മൾ ഒരു കാലെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ജീവൻ പോകും. മനസ്സിലായോ? കസേര നീക്കിയാണ് നമ്മൾ ഒന്ന് ബാത്റൂമിൽ പോകാനാണെങ്കിൽ പോലും കസേര ഉരച്ചൊരച്ച് അല്പമായിട്ട് നീക്കിയാണ് ഒരു കാലെടുത്ത് വെക്കുന്നത്. എന്നിട്ട് അവൻ പറയണ് പണ്ടത്തെ പെണ്ണുങ്ങൾ നെല്ലിടിച്ച കഥ. നമ്മൾ ഷോയാണ് കാണിക്കണത് പോലും. ഇത്രയ്ക്കൊക്കെ ഷോയുടെ ആവശ്യമുണ്ടെന്ന്. ഷോയുടെ ആവശ്യമുണ്ടോ ഷോയാണോ എന്ന് അത് സ്ത്രീകൾ തീരുമാനിച്ചോളൂ. കാഴ്ചക്കാരായിട്ട് നിനക്കൊക്കെ നല്ല എന്താ പറയാൻ, ഇതിനെയൊക്കെ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിവരം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിനോടൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? ഇയാളുടെ അമ്മ ഈസി ആയിട്ടായിരിക്കും പ്രസവിച്ച. അമ്മയോടൊന്ന് ചോദിക്കാമായിരുന്നല്ലോ, സ്വന്തം അമ്മയോടൊന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്താണ് അപ്പോഴത്തെ ആ ഒരു അവസ്ഥ, ഫീലിങ്സ്. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാ സ്ത്രീകൾക്കും ഒരേ പോലെയുള്ള മൂഡ് സ്വിങ്സ് ഒന്നും അല്ല. ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ചിലർക്ക് ഭയങ്കര സാഡായിരിക്കും, ചിലർ മിണ്ടില്ല. ഭയങ്കരമായിട്ടുള്ള മൂഡ് വ്യത്യാസങ്ങളായിരിക്കും. ചെറിയ കാര്യം അത് ഇറിറ്റേഷൻ ഉണ്ടാകും. വോമിറ്റിങ്, എനിക്ക് 9-ാം മാസം വരെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ചിലർക്ക് 3 മാസം 4 മാസം ആകുമ്പോൾ വോമിറ്റിങ് നിൽക്കും. അതൊക്കെ ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമാണ്, ഹോർമോൺ ചേഞ്ചസിനനുസരിച്ച്. അല്ലാതെ നിന്നെപ്പോലെ വിവരക്കേട് പറയാൻ അത് കേട്ട് എന്നാലും മിണ്ടാതിരിക്കണത് ശരിയല്ലല്ലോ. എന്തായാലും ഒരു ചാനലുള്ള സ്ഥിതിക്കും കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യണ സ്ഥിതി
സ്ഥിതിക്കും നമ്മൾ അങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടൊരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെ ഇട്ടത്. പണ്ടും വീട്ടിൽ സ്ത്രീകൾ പ്രസവിക്കുന്ന കാലമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് വയറ്റാട്ടികളുണ്ട്. ഇപ്പോൾ അതുപോലെയല്ല, ഒരു കോംപ്ലിക്കേഷൻ, പണ്ടും മരണമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരുപാട് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളിലെ വൈകല്യം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നാണോ പറയുന്നത് ഇവനൊക്കെ? പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രസവിക്കണമെന്നാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? നെല്ലും കുത്താം, അപ്പുറത്ത് നെല്ല് കുത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ മതി, ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ. ഇയാൾ പറയുന്നത് നമ്മളിങ്ങനെ പറഞ്ഞ് ഈ സമയത്തുള്ള ഈ അവസ്ഥകളൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ട് എല്ലാവർക്കും പ്രസവിക്കാൻ മടി, അതുകൊണ്ട് സി സെക്ഷനിൽ കൂടുതലായിട്ട് നടക്കുന്നു എന്നുള്ളതൊന്നും ആണ് ഇയാൾ പറയുന്നത്. സി സെക്ഷൻ എന്താടോ അത്ര ഈസിയാണെന്നാണോ തൻ്റെ വിചാരം? അത് കീറി നോക്ക്, വയറ് കീറി ഒന്ന് നോക്ക്, അപ്പോഴത്തേക്കും നല്ല സുഖം ഉണ്ടാകുന്ന അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ സി സെക്ഷൻ ചെയ്യണവരെ ഒന്ന് കുത്തി. ഡോക്ടേഴ്സ് സിസേറിയൻ ചെയ്യാനായിട്ട് എവിടെയാണ് നിർബന്ധിക്കുക? എന്തായാലും എൻ്റെ അനുഭവത്തിൽ എന്നെ നിർബന്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് ചില കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് സിസേറിയൻ ആയിട്ടുള്ളത്. അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, എന്നിട്ട് പോലും അവർ പറഞ്ഞിട്ടില്ല. അവർ മാക്സിമം നോക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു റിസ്ക് വേണ്ട, എനിക്ക് ചെറിയ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് റിസ്ക് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടാണ് അവർ സമ്മതിച്ചത്. അല്ലാതെ ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല സിസേറിയൻ ആവാമെന്ന്. അത് ബുദ്ധിമുട്ടാണ്, അവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സാധാരണ നോർമൽ പോലെ തന്നെ അല്ല, അത് ഇച്ചിരി കൂടി കോംപ്ലിക്കേഷനാണ് സിസേറിയൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇയാളോട് ആരാടോ പറഞ്ഞത് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഭയപ്പെട്ട് നമ്മൾ സി സെക്ഷൻ മതിയെന്ന് ആരാണ് പറയണത്? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ ചിലർക്ക് നല്ല വിരുദ. അത് അനുഭവിച്ചറിഞ്ഞവർ പൊട്ടന്മാരായിട്ട് മാറിയിരിക്കണം. നമ്മൾ കാഴ്ചക്കാർ പറയണം, നിങ്ങളങ്ങ് കേട്ടോണം. ഇതാണ് ഇവിടുത്തെ പോളിസികൾ. നടക്കട്ടെ, എവിടെന്നെങ്കിലും തട്ട് കിട്ടിക്കോളും. നിറയെ കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്ത് തരുന്നുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് തൃപ്തി അടയാം. താങ്ക് യു.